ഗോപി കണ്ണഞ്ചിറ കൂടി നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹം ഇന്നലെ നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ഒരാൾ കൂടിയാണ്. ഫാദർ, ഇന്നലെ ഒരു വലിയ കൂടിക്കാഴ്ച നടന്നു. അത് നമുക്ക് ഏറെ പ്രത്യേകതയുള്ള ഒന്നാണ്. 60ഓളം പേർ ഒപ്പം ഉണ്ടായിരുന്നു. എന്താണ് മോദി നിങ്ങളോട് സംസാരിച്ചത്? എന്ത് സന്ദേശമാണ് അദ്ദേഹം ക്രിസ്തുമസ് ദിനത്തിൽ നൽകിയത്? ഇന്നലത്തെ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുമായിട്ടുണ്ടായിരുന്ന ആ കൂടിക്കാഴ്ച വളരെ നല്ല ഒരു ആംബിയൻസ് ആണ് ക്രിയേറ്റ് ചെയ്തത്. ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു വൈബായിരുന്നു. അദ്ദേഹം ക്രിസ്മസിന്റെ ആശംസ നേരുന്നതോടൊപ്പം ഭാരതത്തിലെ ക്രൈസ്തവർ ഭാരതത്തിന്റെ സമൂഹ സൃഷ്ടിക്ക് വേണ്ടി ഭാരതത്തെ പടുത്തുയർത്താനായിട്ട് നടത്തിയിട്ടുള്ള പരിശ്രമങ്ങളെ എടുത്തു പറയുകയും പ്രകീർത്തിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും സ്വാതന്ത്ര്യ സമര രംഗത്ത് തുടങ്ങി മഹാത്മയ്ക്ക് സ്വാധീനിച്ച സംസ്കൃതത്തിന്റെ ഉദാഹരണം ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്നലെ സംസാരിച്ചത്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ടുള്ള കൂടിക്കാഴ്ച വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നെന്നും ഇനിയും 2024 പകുതിക്ക് ശേഷമോ അല്ലെങ്കിൽ 2025 തുടക്കത്തിലോ മാർപ്പാപ്പ ഭാരതത്തിൽ വന്നേക്കാം എന്നും വരും എന്നുള്ള സൂചന ശക്തമായിട്ട് നൽകിക്കൊണ്ടാണ് അദ്ദേഹം 2024 മധ്യത്തോടെ അല്ലെ, അല്ലെങ്കിൽ 2025 ആദ്യം എന്ന് ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ സമയത്ത് പറഞ്ഞതല്ല. ഒസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവിന്റെ മുംബൈ ആർച്ച് ബിഷപ്പായിരുന്ന കാർഡിനൽ ഒസ്വാൾഡ് ഗ്രേഷ്യസ് പിതാവിനോട് സംസാരിച്ചപ്പോൾ വ്യക്തിപരമായി ഞാനപ്പെടുത്തിയിട്ടുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കേട്ടതാണ്. അപ്പൊ അത് അദ്ദേഹം അങ്ങനെ ഒരു പ്രതീക്ഷ നൽകുകയും ചെയ്തു. ഞാൻ ഇതിനെ കാണുന്നത് ഇതിനെ ഒരു രാഷ്ട്രീയമായി കാണാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഞാൻ സംസാരിക്കുന്ന ചാവറ കൾച്ചറൽ സെന്ററിന്റെ ഒരു പ്രമിസിൽ നിന്നുകൊണ്ടാണ്. കൊച്ചിയിലെ ചാവറ കൾച്ചറൽ സെന്റർ നിങ്ങൾക്കും പരിചയമുള്ളതാണ്. ഒരു മതാന്തര സംവാദ കേന്ദ്രമാണ്. എല്ലാ മതങ്ങളുടെയും ഉത്സവങ്ങൾ ആഘോഷിച്ചിരുന്ന ഒരു സംസ്കാരം ആണ് ചാവറ കൾച്ചറൽ സെന്ററിനുള്ളത്. രാമായണ മാസവും ഈദുൽ ഫിത്തറും ദീപാവലിയും ഓണവും എല്ലാം എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു സംസ്കാരം, അത് ഭാരതത്തിന്റെ സംസ്കാരമാണ് എന്നുള്ളതാണ്. അപ്പൊ ചാവറ കൾച്ചറൽ സെന്റർ ഡൽഹി പ്രവർത്തിക്കുന്ന സെലിബ്രേറ്റിംഗ് ഡൈവേഴ്സിറ്റി മീൻസ് സെലിബ്രേറ്റിംഗ് ഭാരത് എന്ന കൺസെപ്റ്റിലാണ്. അതായത് വൈവിധ്യങ്ങൾ ആഘോഷിക്കുക എന്ന് പറയുന്നത് ഭാരതത്തെ ആഘോഷിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഇപ്പൊ 2000 വർഷം പഴക്കമുള്ള ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ ഏറ്റവും വിശുദ്ധമായ പുണ്യദിനം, അത് ഭാരതത്തിന് പ്രധാനമന്ത്രി സ്വന്തം പദ്ധതിയിൽ വിരുന്നൊരുക്കി ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ വിളിച്ച് അല്ലെങ്കിൽ വ്യത്യസ്ത മേഖലയിലുള്ള ക്രൈസ്തവരെ വിളിച്ച് ഒരുമിച്ച് അദ്ദേഹം ആ ഒരു വിരുന്നൊരുക്കി ക്രിസ്മസിന്റെ ആ ഒരു വിശ്വാസത്തെ ആഘോഷിക്കുവാൻ മുൻകൈ എടുത്തു എന്ന് പറയുന്നത് അഭിനന്ദനാർഹം തന്നെയാണ്. അതിനകത്ത് രാഷ്ട്രീയം ഉണ്ടാകാം, പക്ഷെ ഞാൻ കാണുന്ന രാഷ്ട്രീയമല്ല, ഒരു സംവാദ വേദിയായിട്ടാണ്. കാരണം പരസ്പരം ആഘോഷിക്കുക എന്നുള്ള ഒരു സംസ്കാരം ഭാരതം കൊതിക്കുന്ന ഒരു സംസ്കാരമാണ്. ഇത് ക്രിസ്മസിന്റെ ആഘോഷം അതേസമയത്ത് മറ്റു പല വിഷയങ്ങളും അവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്ന് പറയുന്ന അഭിപ്രായപ്പെട്ടതായിട്ട് ഞാൻ കേട്ടു. അതിനുശേഷം അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ വന്നിരുന്നു. കാരണം ന്യൂനപക്ഷങ്ങൾക്ക്, നമ്മുടെ സംശയം, ന്യൂനപക്ഷങ്ങൾക്ക് പൊതുവെ BJP-യോട് ഒരു ഭയമുണ്ട് എന്ന അന്തരീക്ഷം സമൂഹത്തിലുണ്ട്. എന്തോ BJP ആ തരത്തിൽ ന്യൂനപക്ഷങ്ങളോട് പെരുമാറുന്നു. മണിപ്പൂരൊക്കെ ഉദാഹരണമായി പറഞ്ഞുകൊണ്ടാണ് പലരും ഈ വിഷയത്തിൽ പിന്നീട് പ്രതികരണം നടത്തിയത്. അത്തരത്തിൽ ഒരു അന്തരീക്ഷം മാറി വരുന്നതായി ഫാദർ വിശ്വസിക്കുന്നുണ്ടോ? പെട്ടെന്നൊരു മാറ്റം നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല എങ്കിൽ പോലും, കാരണം ഇന്നലെ തന്നെ മണിപ്പൂർ ഇഷ്യൂ ഉണ്ട്. മണിപ്പൂർ ഇഷ്യൂ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. പക്ഷെ അത് തികച്ചും പൊളിറ്റിക്കലാണോ മതപരമാണോ എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ട്രൈബൽ ക്ലാഷ് അതിന്റെ പിന്നിലുണ്ട്, പല കാരണങ്ങളുണ്ട്. അതിനകത്ത് പല കാരണം അത് പല രാഷ്ട്രീയ പാർട്ടികളും മുതലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ തള്ളിക്കളയുന്നൊന്നുമില്ല. ഇന്നലെ ആ മണിപ്പൂർ ഇഷ്യൂ നിലനിൽക്കുമ്പോൾ തന്നെ ഉത്തരേന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങളിലും ക്രിസ്മസ് ആഘോഷിക്കരുതെന്നും ക്രിസ്മസിന് പകരം മറ്റു പലതും ആഘോഷിക്കേണ്ടതാണ് എന്നും ക്രിസ്മസ് ആഘോഷത്തിന് ഒരു സിമ്പിളായിട്ടുള്ള ക്രിസ്മസ് പപ്പയുടെ രൂപം കത്തിച്ചുകൊണ്ട് തന്നെ ഇന്നലെ പല ചില മതവിഭാഗങ്ങളൊക്കെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നതും കണ്ടു. അങ്ങനെ ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ഭാരതത്തിന്റെ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിൽ ക്രിസ്തു വിശ്വാസത്തിന് ഏറ്റവും ശ്രേഷ്ഠമായ ഈ ഒരു പുണ്യ ഉത്സവത്തെ ആഘോഷിക്കുവാൻ വേദി കണ്ടെത്തി അതിൽ ക്രൈസ്തവരായിട്ടുള്ള മത നേതാക്കന്മാരെ, പ്രത്യേകിച്ച് കാർഡിനൽസിനെയും ബിഷപ്സിനെയും മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകളെയും വിളിച്ച് ഇരുത്തി അതൊരു സംവാദമേല, അതൊരു ഡയലോഗിങ് പ്ലാറ്റ്ഫോം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന് പ്രാധാന്യം നൽകുന്നയാളാണ്. കാരണം എല്ലാ മതങ്ങളുടെയും ഉത്സവം എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കണമെന്ന് വിശ്വസിക്കുകയും അത് ചെയ്യുന്നയാളുമാണ് ഞാൻ.
അപ്പൊ അതാണ് ചാവറ കളിച്ചത്. വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിന്റെ ഒരു ദർശനം അതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാന്നാനത്ത് ചാവറ പിതാവ് പള്ളി പണിയുന്നതിന് തൊട്ട് മുമ്പ് പുല്ലരിക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളി പണിയുമ്പോൾ അവിടെ അമ്പലത്തിലെ ദേവിയുടെ ഒരു അമ്പലം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ മറ്റു ചില സമുദായങ്ങൾ അവിടെ തന്നെ പള്ളി പണിതാൽ ഞങ്ങളത് സഹകരിക്കാമെന്ന് പറഞ്ഞപ്പോൾ ചാവറ പിതാവ് പറഞ്ഞത്, എന്റെ സഹോദരങ്ങളായ ഹൈന്ദവരുടെ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടാക്കിയിട്ട് ക്രിസ്തുവിന്റെ ദേവാലയം അവിടെ പണിയേണ്ട എന്ന് പറയാനാണ് മാന്നാനം കുന്നിലേക്ക് ചാവറ പിതാവ് പോകുന്നതും അവിടെ ഇപ്പോൾ 1831 ചാവറ പിതാവ് മാന്നാനത്ത് പള്ളി പണിയുന്നത്. പള്ളി പണിയുന്നത് ഇപ്പോഴത്തെ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബസാറിന്റെ വീട്ടിൽ, ഈശ്വര വാര്യരുടെ വീട്ടിൽ താമസിച്ചുകൊണ്ടാണ് മാന്നാനം പള്ളി പണിയുന്നത്. മതാന്തര സംവാദത്തിന്റെ ഒരു മേഖലയുടെ തുടർച്ചയിലാണ് ഡൽഹിയിലും ചാവറ കളിച്ചത്.